പ്രിയമുള്ളവരെ, മാനസികാരോഗ്യ പ്രചരണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു കാൽനട യാത്ര സംഘടിപ്പിക്കുകയാണ്. 2025 മാർച്ച് 26 ആരംഭിച്ച് മെയ് 7 കാസർഗോഡ് അവസാനിക്കുന്ന രീതിയിലാണ്. അതിന്ന് കഴക്കൂട്ടത്ത് വെച്ചിട്ട് ശ്രീ ഗോപിനാഥ് മുതുകാട് സാറാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഈ യാത്ര നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയോടെ ഇതെല്ലാം നല്ല രീതിയിൽ നടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിനും രണ്ടു വാക്ക് സംസാരിക്കുന്നതിനും വേണ്ടി ഗോപിനാഥ് മുതുകാട് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ആൻ്റണിയെ ഈ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുന്ന ഈ ഒരു നിമിഷം അദ്ദേഹത്തെ ഫ്ലാഗ് ഓഫ് ചെയ്ത് യാത്രയാക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കാണുന്നു. പക്ഷേ ഒരു മാനസിക പ്രശ്നം വരുന്ന സമയത്ത് പലപ്പോഴും ഡോക്ടറെ കാണാൻ നമ്മൾ മടിക്കുന്നു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഒരു മാനസിക രോഗിയാണെന്ന് സമൂഹം ചിത്രീകരിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ശരീരത്തിന് വരുന്ന അസുഖങ്ങളെ പോലെ തന്നെ മാനസികമായിട്ടും അസുഖങ്ങൾ വരാമെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാജിക് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനകത്ത് ഏറ്റക്കുറച്ചിലുകളുണ്ടാവും, അപ്രത്യക്ഷമാവലുണ്ടാവും, പ്രത്യക്ഷപ്പെടലുണ്ടാവും, സന്തോഷമുണ്ടാവും, സന്താപം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ട് തന്നെ ആ മനസ്സിന് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും നമ്മൾ പരിഹാരം കണ്ടെത്തി മുന്നേറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരീരത്തിനെ ബാധിക്കും. മനസ്സും ശരീരവും അത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് മനസ്സിന് വരുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മുടെ ഹെൽത്തിനെ, ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കുകയും അത് നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യപ്പെടുക ഒന്ന്, മറ്റുള്ളവരാൽ മോട്ടിവേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് രണ്ട്. അതിനും പരിഹരിക്കാൻ സാധിക്കാത്തതാണെങ്കിൽ ആവശ്യമുള്ള ഡോക്ടേഴ്സിനെ കണ്ട് അതിനുള്ള പരിഹാരം തേടുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. മെൻ്റൽ ഹെൽത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആണ് സ്റ്റീഫൻ ഹോക്കിംഗ്. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായിട്ടും വെറും കണ്ണിമ കൊണ്ട് മാത്രം ഈ ലോകത്ത് മുഴുവൻ ചലിപ്പിച്ച ഒരു മനുഷ്യനാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് ഈ യാത്ര ആരംഭിക്കുന്നത് എന്ന് തന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ മഹത്തരമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കൂടുതൽ ആളുകൾ ഈ മെൻ്റൽ ഇഷ്യൂസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, മാനസിക സമ്മർദ്ദങ്ങളിലേക്ക്, മാനസിക പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ യാത്ര ഗംഭീരമാവട്ടെ. കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻ്റണിക്ക് എല്ലാവിധ ഭാവുകങ്ങളും, ആൻ്റണിയോടൊപ്പമുള്ളവർക്കും എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു സോ മച്ച്. മാർച്ച് 26 ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ ജില്ലകളും കവർ ചെയ്തൊരു 1000 കിലോമീറ്ററാണ്. വലിയൊരു ദൗത്യമാണെന്നറിയാം. അപ്പോൾ ഇതൊരു ബ്രാൻഡും ചെയ്തിട്ടില്ല. ഒരു തരത്തിലുള്ള സംഘടനകളോ, ഒരു സംഘടനയും മോശമായതുകൊണ്ടല്ല, ഏതെങ്കിലും ഒരു സംഘടനയിൽ ഒതുങ്ങി പോകരുതെന്നുള്ള ആഗ്രഹമുണ്ട്. അതൊരു പൊതുജനം ഏറ്റെടുക്കണം, പബ്ലിക്കലി ചർച്ച ചെയ്യപ്പെടണം. സാർ ഇപ്പോൾ പറഞ്ഞു, വളരെ സന്തോഷമുണ്ട്. ഈ യാത്രയുടെ തുടക്കം ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ കൈകൊണ്ട് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പറ്റുന്നതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന, വളരെ ജീവിതം കൊണ്ട് മാതൃക കാണിക്കുന്ന മുതുകാട് സാറിൻ്റെ ആശീർവാദത്തോടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു. ഇനി നിങ്ങൾ ഏറ്റെടുക്കണം, ജനങ്ങൾ ഇത് ഏറ്റെടുക്കണം, ചർച്ച ചെയ്യപ്പെടണം. മാനസികാരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒന്നാണെന്നും ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ ട്രീറ്റ് ചെയ്യേണ്ട ഒന്നാണെന്നും കൗൺസിലിങ്ങിലേക്ക് പോകണം, ഒരു മടിയും വിചാരിക്കാതെ മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ. സോ ലിസ്റ്റുകളെല്ലാം നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മെയ് 7 കാസർഗോഡ് അവസാനിക്കുക. ഈ യാത്രയിൽ വളരെ ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. ഇന്ന് ഖത്തറിൽ നിന്ന് സാർ എത്തിയിട്ടുള്ളൂ. ഈ ഷെഡ്യൂളിനിടയിലും ഈ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തിയതിന് ഒത്തിരി നന്ദി. കേരള സമൂഹം കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. 8 ചോദ്യങ്ങളാണ്. നിങ്ങൾ സ്വയം വായിച്ച് ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യാനുള്ള 8 ചോദ്യങ്ങൾ. എന്താണ് കാരണം എന്നുള്ളത് ആദ്യത്തെ കോപ്പി തീർച്ചയായിട്ടും ുള്ളവരെ ഹോപ്പ് ഇൻ എവരി സ്റ്റെപ്പ് എന്ന പേരിൽ ഹാഷ്ടാഗോട് കൂടി മാനസികാരോഗ്യ പ്രചരണ യാത്ര, മാനസികാരോഗ്യം എത്രത്തോളം പ്രാധാന്യമുള്ളതെന്ന് കാണിക്കാനുള്ള യാത്ര സോൺ 22-ന്റെ ZD ട്രെയിനിങ് ലക്ഷ്മി മാം ഞങ്ങളുടെ കൂടെയുണ്ട്. ഒത്തിരി സന്തോഷം. ഈ തിരക്കിട്ട സമയം, മാർച്ച് മാസം എല്ലാവർക്കും തിരക്കുകളാണ്, ആ സമയത്ത് ഓടിയെത്തിയതിന് ഒത്തിരി സന്തോഷം. ZD ട്രെയിനിങ് സോൺ 22. താങ്ക് യു സോ മച്ച്. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ലക്ഷ്മി മാമിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാ ആശംസകളും. ഒരുപാട് ദൂരം സാറിൻ്റെ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് അവയർനെസ് ക്യാമ്പയിൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിക്കുന്നു. JCI ഇന്ത്യ സോൺ 22-ന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഗുഡ് ലക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് വളരെയധികം തിരക്ക് പിടിച്ചൊരു ലോകത്താണ്. തിരക്ക് പിടിച്ച ലോകത്ത് പറഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷിലൊരു വേർഡ് ഉണ്ട്, റാറ്റ് റേസ്. അപ്പോൾ ആ ഒരു റാറ്റ് റേസിൻ്റെ വേൾഡിലാണ് ഒരു പക്ഷേ 90% നമ്മൾ കാണുന്ന ആൾക്കാരും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റാറ്റ് റേസിൻ്റെ ഇടയിൽ നമ്മൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്, വളരെ ചെറിയ കാര്യങ്ങൾ.
ഒരുപക്ഷെ ആ റാറ്റ് റേസിനെ മോർ ഫ്രൂട്ട്ഫുൾ ആക്കാനും കുറച്ചും കൂടെ പർപ്പസ്ഫുൾ ആക്കാനും വേണ്ടി പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആൻ്റണി സാറ് നടത്തുന്ന ഈ യാത്രയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.